ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു IT പാർക്കായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിലെ ഒരു MNC കമ്പനിയായ അലയൻസിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസീസിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഏത് പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വേക്കൻസിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. അതുകൂടാതെ മാതൃഭൂമിയിൽ ഇപ്പോൾ MBA ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എന്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഈ വേക്കൻസി വന്നിട്ടുള്ളത് അലയൻസിലാണ്. അലയൻസിൽ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. ഈ ഒരു അലയൻസ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തന്നെയാണ്. ഈ വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഡേറ്റ് വരുന്നത് മെയ് 26, 2024 ആണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് വരുന്നത്. പൊസിഷന്റെ പേര് വരുന്നത് അസോസിയേറ്റ് ആണ്, കസ്റ്റമർ സർവീസ്. അത് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് 0 to 5 ഇയേഴ്സ് ആണ് അവർ പറയുന്നത്. അതായത് ഈവൻ നിങ്ങൾക്ക് മറ്റു മേഖലയിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ഒരു ഫ്രഷർ ആണ്, പക്ഷെ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ്. കാരണം മറ്റ് കൺട്രീസിലുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിനാണ് നിങ്ങൾ ഇതുവഴി സപ്പോർട്ട് കൊടുക്കേണ്ടത്, വോയിസ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ അതിനാൽ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം എന്നൊരു കാര്യം നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഇതുവഴി നിങ്ങൾ ഹയർ ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ്, അലയൻസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം ആണ് വരുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, 0 to 5 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇന്റർനാഷണൽ BPO മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നവർ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ വോയിസ് സപ്പോർട്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. സോ റൊട്ടേഷണൽ വർക്ക് ഷിഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ അതിന് ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് നിങ്ങൾ വാക്ക് ഇൻ ചെയ്ത് കാര്യമില്ല. ദ ഇവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് രജിസ്ട്രേഷൻ ബേസ്ഡ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ ആയവർക്ക് മാത്രമേ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. നോ വാക്ക്-ഇൻസ് വിൽ ബി കൺസിഡേർഡ് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതേപോലെ കാൻഡിഡേറ്റ് ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് എ സ്മാർട്ട് ഫോൺ ഫോർ ടേക്കിംഗ് അപ്പ് ആൻ ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ്. ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും. സോ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി അറ്റൻഡഡ് ഇന്റർവ്യൂസ് വിത്തിൻ ദ ലാസ്റ്റ് 3 months, അതായത് ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ക്വയറീസ് അയച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഇവന്റിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ഇതിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യും. ആ ഒരു ലിങ്കിൽ കയറി, ഒരു ഗൂഗിൾ ഫോം ആണ്, അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, സ്ലോട്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് അലയൻസിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ മാതൃഭൂമി ഗ്രൂപ്പിലാണ്. മാതൃഭൂമി ഗ്രൂപ്പിൽ ഇപ്പൊ MBA കഴിഞ്ഞ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കാരണം മാതൃഭൂമിയിലേക്കുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്നുണ്ട്. കാരണം ലൊക്കേഷൻ അക്രോസ് കേരളയാണ് വേക്കൻസീസ് വരുന്നത്. Seeking highly motivated and results driven MBA graduates with specialization പറയുന്നുണ്ട്. അത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരിക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ സെൻഡ് ദെയർ ഡീറ്റെയിൽഡ് റെസ്യൂമെ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക്, അതായത് careers@mpp.co.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ MBA ഫ്രഷറിന്റെ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് 31/5/2024 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക.
സോ നല്ലൊരു അവസരമാണ്. മാതൃഭൂമിയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.